യെസ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കാട കിടത്തി പൊരിച്ചത്. എന്നാ വീഡിയോയിലേക്ക് ഇടുന്നല്ലോ. അടുപ്പ് കത്തിക്കുന്നതാണ് നമ്മുടെ മെയിൻ പരിപാടി. എല്ലാ തവണത്തെ പോലെ തന്നെ അടുപ്പ് കത്തിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പരിപാടി പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. ദേ നന്നാക്കി റെഡി ആക്കി എടുത്തിട്ടുണ്ട് ആ കാടക്കൂട്ടന്മാരെ. നമുക്ക് ആദ്യം ഒന്ന് ഓരോരുത്തരെ പിടിച്ച് കഴുകിയെടുക്കണം. അമ്പോ തീയൊക്കെ നന്നായിട്ട് കത്തി വന്നിട്ടുണ്ട്. യെസ്, നമ്മുടെ ചെരുവൊക്കെ ഇതേ ചൂടായി നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചേക്കാം. ഈ വെളിച്ചെണ്ണയിലായിട്ട് നമ്മുടെ കാടക്കുട്ടന്മാർ പൊരിഞ്ഞു വന്നത്. നമ്മൾ ക്ലീൻ ആക്കി വെച്ച കാടേനെ നമുക്ക് മസാല ഒക്കെ പരട്ടി വെക്കേണ്ട പരിപാടിയുണ്ട്. അത് ഇവനെ നമുക്ക് കിടക്കണ രീതിയാക്കണം, എന്നാലേ നമുക്ക് കിടത്തി പൊരിക്കാൻ പറ്റുള്ളൂ. യെസ്, യെസ്. പിന്നെ ഓപ്പൺ ചെയ്ത് ഇവിടെ ഒരു വെള്ളപ്പതയുണ്ട്, ഇത് നമുക്ക് കളയണം. അതുകൊണ്ട് ഇങ്ങനെ പൊളിച്ചിക്കണം. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാടക്കുട്ടന്മാരെയും പിടിച്ച് ഇതേപോലെ അങ്ങോട്ട് പൊളിച്ച് കുട്ടപ്പനാക്കണം. നമ്മൾ കിടത്തി പൊരിക്കേണ്ട രീതിയാക്കാൻ വേണ്ടി പൊളിച്ചപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ ചോര എത്ര ഉണ്ടെന്ന്. എന്നിട്ടേ ചോര കളഞ്ഞ് ഒന്നുകൂടി കഴുകി കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാലകളൊക്കെ വരട്ടാം. മസാലകളൊക്കെ വരട്ടാൻ വേണ്ടി നമ്മൾ മെയിൻലി നാട്ടിൽ യൂസ് ചെയ്യണ അതേ ചേരുവെള്ളം തന്നെ യൂസ് ചെയ്യണേ. നമുക്കതിനെ ആ ചേരുവെള്ളയിലേക്ക് കിടക്കാം. യെസ്, ആദ്യം നമ്മൾ കുറച്ച് മുളക് പൊടി ഇടുന്നു, ദെൻ മഞ്ഞൾപ്പൊടി, ദെൻ കുരുമുളക് പൊടി ഇച്ചിരി കയറി കിടന്നോട്ടെ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഉപ്പ് നോക്കുക, ഉപ്പ് ആവശ്യത്തിന്. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, അതുപോലെ തന്നെ ഗരം മസാല, ദെൻ അരിപ്പൊടി, പിന്നെ നാരങ്ങ നീര് അധികം വേണ്ട, പുളി അധികമായി കഴിഞ്ഞാൽ രുചി അങ്ങോട്ട് കിട്ടില്ല. നാരങ്ങ നീര്. പിന്നെ വേണ്ടത് കായംപൊടി കണ്ടോട്ടോ, പൊടിക്ക് ഇട്ടിട്ടുള്ളൂ, അധികമായി കഴിഞ്ഞാലും മെനകേടായി പോകും. ഓക്കെ, ഇതൊക്കെ നമ്മളങ്ങോട്ട് കൂട്ടിക്കുഴച്ച് മിക്സ് ആക്കിയിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ഒഴിക്കേണ്ടത് തൈരാണ്. ഞാൻ നേരത്തെ പറഞ്ഞു നാരങ്ങ പിഴിഞ്ഞപ്പോൾ അധികം ഒഴിക്കേണ്ടെന്ന്. കാരണം ഈ തൈരിൻ്റെ പുളി കയറി വന്നതുകൊണ്ട് നാരങ്ങയുടെ അധികം ആവശ്യമില്ല. എന്നിട്ട് അങ്ങോട്ട് തേച്ചങ്ങോട്ട് പിടിപ്പിക്കുക. അത് കുഴച്ച് പിടിപ്പിക്കാം, എന്നിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇനി അവസാനം നമ്മൾ ഇടുന്നത് ചില്ലി ഫ്ലേക്സാണ്. അതിടുമ്പോഴാണ് ഭംഗി അങ്ങോട്ട് വരുള്ളൂ. ഇനി നമ്മുടെ കാടക്കുട്ടന്മാരൊക്കെ ഉണ്ടില്ലേ, ഇവന് അവിടെ മസാല കൊണ്ട് പൊതിഞ്ഞെടുക്കണം. അയ്യവാ, കാടക്കുട്ടന്മാരിൽ മസാല ഒക്കെ പിടിച്ച് തേച്ച് പിടിപ്പിച്ചത് സ്റ്റൈലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 2-2.5 മണിക്കൂർ മാക്സിമം, ഫ്രിഡ്ജിലേക്കാണ് 1 മണിക്കൂർ, അത്രയും മതി. അത്ര നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് വറുത്തെടുക്കണം. യെസ്, മസാല ഒക്കെ റെഡി ആയിട്ട് കുട്ടപ്പനായിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് ഇവനിനെയും ഈ 3 കുട്ടന്മാരെയും പിടിച്ച് വറക്കാം. മസാലയൊക്കെ പിടിച്ചത് കുട്ടപ്പന്മാരെ നമുക്ക് വറക്കാൻ പാണ്. അപ്പം നമ്മുടെ ഇതിൻ്റെ പേരെന്താ? കാട കിടത്തി പൊരിച്ചത്. അപ്പോൾ ആദ്യം നമുക്ക് ഇവനെ കിടത്തണം, എന്നിട്ട് വേണം പൊരിക്കാൻ. അതിന് കിടത്താൻ വേണ്ടി ഇതിനെ പിടിച്ചിട്ട് ഇങ്ങനെ പൊളിച്ചിട്ട് വേണം കിടത്താൻ. നന്നായിട്ട് കിടക്കണ്ടിട്ട് ആള്. ഇത് പയ്യെ എണ്ണയൊക്കെ മുകളിലേക്കിന് ഒഴിച്ച് കിടക്കാം. നല്ല മസിലൊക്കെ ഉള്ള കാട കോഴിയായിരുന്നു. എണ്ണയിലിട്ടപ്പോൾ മസിലൊക്കെ പോയി എല്ല് മാത്രമായി. എന്നൊക്കെ മറച്ചിടാം. അയ്യോ, മര്യാദയ്ക്ക് നോക്കി ചെയ്തോളാം. ഇടയ്ക്കൊക്കെ പൊട്ടി തിറക്കേണ്ട എണ്ണ, അത് മേത്തേക്കാൻ നിറച്ച് കഴിഞ്ഞാൽ ഭയങ്കര തീരാ. അമ്പോ, ഇത് ഇപ്പം തന്നെ മണം പറ്റിട്ടോ. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത കുട്ടൻ അതുപോലെ തന്നെ കിടത്തി പൊരിക്കണവരവന്. അയ്യോ, നന്നായിട്ട് കിടന്നിട്ടാള്. യെസ്, റെഡി ആയിട്ടുണ്ട് ഈ കുട്ടനും. ദൈവനും റെഡി ആയിട്ടുണ്ട്. അയ്യോ,
കാടേ കിടത്തി പൊരിച്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കഴിച്ചു നോക്കാം ഇത് എങ്ങനെയുണ്ടെന്ന്. ഇത് എവിടെ തുടങ്ങും? ആദ്യം കുറച്ച് നാരങ്ങ ഒന്ന് പിഴിഞ്ഞ് വയ്ക്കാം. കൊള്ളാട്ടോ, നന്നായിട്ടുണ്ട്. കഴിച്ചു നോക്കേണ്ടതാണ്, അഭിപ്രായം പറയേണ്ടതാണ്. നല്ല സാധനം അത്. സവാളയും കൂട്ടി ഒരു പീസ് ഇടിച്ചോട്ടെ. സവാളയും കൂട്ടി കഴിക്കുമ്പോൾ തന്നെ ആ രുചി തന്നെയുള്ളൂ. അവിടെ സവാളയും കൂട്ടി തന്നെ കഴിക്കണം. സവാള ഒന്നുമില്ല, ഒന്നും പറയാനില്ല. അടിപൊളി, പൊളി സാധനം.